ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോയയുടെ M1 എന്ന് പറയുന്ന മൈക്കാണ്. ഒരുപാട് പേര് ഇതിൻ്റെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ഇത് വാങ്ങി ഇന്നിപ്പോൾ സാധനം കൈ കിട്ടിയിട്ടുള്ളൂ, അൺബോക്സ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാവാം അൺബോക്സിങ് എന്ന് കരുതി. ഇതിന് വില വന്നിട്ടുള്ളത് 749 രൂപയാണ്. ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ആമസോണിൽ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി തന്നെ വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു മൈക്കിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിടത്തോളം മനസ്സിലായത്, ഈ ഒരു മൈക്കിൻ്റെ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണെന്ന് അല്ലേ, ഈ മൈക്കിൻ്റെ ലെങ്ത്ത്, വയറിൻ്റെ ലെങ്ത്ത്, അതാണ് ഈ ഒരു മൈക്കിൻ്റെ പ്ലസ് പോയിൻറ്റും അതുപോലെ തന്നെ മൈനസ് പോയിൻറ്റും. ലെങ്ത്ത് എന്ന് പറയുന്നത് സാധാരണ മൈക്കുകളെ അപേക്ഷിച്ച് നല്ല ലെങ്ത്തുള്ളൊരു മൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വയറുകൾ കുടുങ്ങി മറിഞ്ഞ് പ്രശ്നമുണ്ടാക്കും. അതാണ് ഈ ഒരു മൈക്കിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്. അതേ ഇത് തന്നെയാണ് ഈ ഒരു മൈക്കിൻ്റെ പ്ലസ് പോയിൻറ്റ്. ഒരുപാട് നീളമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ദൂരത്ത് വെച്ചിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സിലിക്ക ജെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ ഈർപ്പത്തെ വലിച്ചെടുക്കാനാണ്. ഇതിനകത്ത് ഈർപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇതാണ് ഇതിൻ്റെ മൈക്കിന് വരുന്ന കേബിള്. ഇത് ഇത്രയും ലെങ്ത്ത് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്താണ് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മളുടെ മൈക്ക്. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ബാഗ് വരുന്നുണ്ട്, പിന്നെ ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു സ്പോഞ്ചിൻ്റെ ആ ഒരു പീസും ഉണ്ടാകും. ഇതാണ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മളുടെ വലിയ ആംപ്ലിഫയറിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു അഡാപ്റ്റർ ആവശ്യമായിട്ട് വരും. അതുപോലെ ഇത് നമ്മളുടെ ക്ലിപ്പാണിത്. ഓക്കെ, നമ്മളുടെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട ഒരു ക്ലിപ്പാണിത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ഇതിനകത്തൊരു സ്പ്രിങ് കാണാം. ആ സ്പ്രിങ് ഉള്ള ഭാഗത്താണ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് വരേണ്ടത്. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ബാറ്ററിൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി ഇട്ട് കൊടുത്തു. ഇത്ര മാത്രമേ ഇതിനകത്ത് ചെയ്യേണ്ടൂ. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പ് ഇവിടെ തന്നെ തിരിച്ചിടാം. ഇതിനകത്ത് ഇവിടെ ക്യാമറ എന്നും സ്മാർട്ട് ഫോൺ എന്നും കൊടുത്തിട്ട് കാണാം. നമ്മൾ ക്യാമറയിലാണ് ഈ മൈക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്വിച്ച് മുകളിലോട്ടും, ഇനി അതല്ല നമ്മൾ സ്മാർട്ട് ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സ്വിച്ച് താഴത്തോട്ടും വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു മൈക്ക് നമ്മളുടെ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വിച്ച് സ്മാർട്ട് ഫോണിലേക്കാണുള്ളത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ ഒരു വോയിസ് ഈ ഒരു മൈക്കിലൂടെ ആയിരിക്കണം റെക്കോർഡ് ആവുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, ഹലോ ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റ് മൈക്ക് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു വോയിസ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ നിലവിൽ അറിയില്ല, കാരണം ഞാനിത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാവുന്നതാണ്. ഈ ഒരു മൈക്കിന് വില വന്നിട്ടുള്ളത് 749 രൂപയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത്. ഇത്രയും നാളത്തെ വീഡിയോയിലെല്ലാം മൈക്ക് യൂസ് ചെയ്താണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മൈക്കിനകത്ത് എങ്ങനെ നമ്മളുടെ ഈ ഒരു ക്ലിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഔട്ട്രോ പറഞ്ഞ് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലാണ് ഈ ഒരു ക്ലിപ്പ് ഇടുന്നത്. ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ കയറി നിന്നോളൂ. ഇവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അവിടെ കയറി നിന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു മൈക്കിന് ഈ ഒരു ക്ലിപ്പ് ഫിക്സ് ചെയ്യുന്നത്. സിമ്പിളാണ്. അതിനുശേഷം നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് നമ്മളുടെ കോളറിൽ എവിടെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ കുറച്ച് ഹാർഡാണ്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഇത് തുറന്നു വരുന്നുള്ളൂ. എവിടെയെങ്കിലും നമ്മുടെ ഷർട്ടിൻ്റെ കോളറിൽ എവിടെയെങ്കിലും ഇറക്കി വെക്കാവുന്നതാണ്. നമുക്ക് ഇനി മൈക്ക് വെച്ചിട്ട് ഔട്ട്രോ പറയാം. അപ്പോൾ ഗൈസ്, മൈക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലാണുള്ളത്. ഓക്കെ, ഇതാണ് മൈക്ക്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ട്. നമുക്കിനി ഇത് എൻ്റെ കോളറിലേക്ക് കണക്ട് ചെയ്യാം. കോളറിൽ നമുക്ക് ഷർട്ടിൻ്റെ ഈ ബട്ടണിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കിത് ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എവിടെയുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് എന്ന്
നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ച് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എബ്സെറ്റിൻ്റെ ഫൂട്ട് റെസ്റ്റ് നമ്മുടെ V3 ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ഫൂട്ട് റെസ്റ്റ് സെറ്റ് ചെയ്യാനാവോ എന്നുള്ളത് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലുക്ക് തന്നെ മാറി കിട്ടും. പിന്നീട് നമ്മുടെ വിംഗ്ലെറ്റ്, അതുപോലെ തന്നെ മെയിൻ സ്റ്റാൻഡ്, സെൻറ്റർ സ്റ്റാൻഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടി കാണിച്ചു തരാം. അത് ഫിക്സഡ് അല്ല, നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലാത്തപ്പോൾ അത് അഴിച്ചു വെക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ലഗേജ് കാരിയറിൻ്റെ വീഡിയോ അത് ഇച്ചിരി ലേറ്റ് ആവും. കാരണം വർക്ക്ഷോപ്പുകളിലൊന്നും തിരക്കായതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്ത് തരാൻ അവർ തയ്യാറല്ല. നമുക്ക് ഈ ഒരു തിരക്ക് ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാരിയറിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.